ഗൈസ് ചാർജ് തീർന്നു പോയി ഗൈസ്. ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു 1:22 സ്കെയിൽ മോഡലിൽ വരുന്ന ഒരു കിഡിലൻ ഡ്രിഫ്റ്റ് RC കാറാണ്. ഇതൊരു GTRൻ്റെ RC കാറും കൂടെയാണ്. ഇതിന് മുന്നേ എല്ലാം നമ്മൾ ചെയ്ത ചില മിനി ഡ്രിഫ്റ്റ് RC കാറുകളായിരുന്നല്ലോ. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി നമുക്കിന്ന് ഈ 1:22 സ്കെയിൽ മോഡലിൽ വരുന്ന കാറിന് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് 4 വീൽ ഡ്രൈവ് ആണ്, ലൈറ്റിംഗ് കൺട്രോളുകളുണ്ട്, 2.4 GHz ഫ്രീക്വൻസി വരുന്നുണ്ട്, പിന്നെ മാഗ്നറ്റിക് മോട്ടറാണ് ഇതിൽ വരുന്നത്, 2 സ്പീഡ് മോഡുകളുണ്ട്, പിന്നെ സ്കെയിൽ നേരത്തെ പറഞ്ഞ പോലെ 1:22 സ്കെയിലാണ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് തന്നെ തുറക്കാം. ഓക്കേ, ഈ പാക്കറ്റിൽ വരുന്നത് ഡ്രിഫ്റ്റ് കോൺസ് വരുന്നുണ്ട്, എക്സ്ട്രാ ടയേഴ്സ് വരുന്നുണ്ട്, പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവറും കൂടെ വരുന്നുണ്ട്, പിന്നെ ദേ യൂസർ മാനുവലും വരുന്നുണ്ട്. ഇതെന്താ പുൽക്കൂടിൻ്റെ അകത്താണ് വെച്ചേക്കണം. ഓക്കെ, നൈസ് പാക്കിംഗ് ആണ് കേട്ടോ. ഇതാണ് റിമോട്ട്, 2.4 GHz റിമോട്ടാണിത്. പക്ഷേ ഇതുവരെ ഞാൻ അൺബോക്സ് ചെയ്തേക്കണ RC കാറുകളിൽ ഏറ്റവും ചെറിയ റിമോട്ട് ഇതിനാന്ന് തോന്നുന്നത്. ഓക്കെ, ഇതാണ് 1:22 സ്കെയിൽ മോഡലിൽ വരുന്ന GTR. പിന്നെ അത് ഇവിടെ സ്ക്രൂ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് അൺസ്ക്രൂ ചെയ്തിട്ട് നമുക്കിതിങ്ങനെ തുറക്കാൻ പറ്റും. ഇതിൻ്റെ മീതെ പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അത് പാക്ക് ചെയ്ത് വെച്ചേക്കണേണ്. നമുക്കത് വേണമെങ്കിൽ പൊളിച്ച് കളയാം. പക്ഷേ ഫോർ എ പ്രൊട്ടക്ഷൻ അതിരിക്കണതാണ് ഏറ്റവും നല്ലത്. കാരണം ഡ്രിഫ്റ്റ് ചെയ്യാൻ നേരത്തെ എവിടെയും പോയി ഇടിച്ച് കഴിഞ്ഞാൽ ഒരച്ചിൽ നിന്നും കുറച്ചും കൂടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. ഇതിൻ്റെ ബാക്കിൽ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഇത് ഭയങ്കര ഹൈപ്പർ റിയലിസ്റ്റിക് അല്ല. കാരണം എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി ഉണ്ടാക്കിയ പ്ലാസ്റ്റിക് മെയ്ഡ് ബോഡിയാണ്. ഇനി നമുക്ക് ഈ റിമോട്ടിൽ ഒന്ന് ബാറ്ററി ഇടാം. ഇതിൻ്റെ അകത്ത് 2 ഡബിൾ ഐസ് ആണ് വേണ്ടത്. ഓണാക്കാം. ഓണായിട്ടുണ്ട്. പിന്നെ ഈ കാറിൻ്റെ അടിഭാഗത്തായിട്ട് മറ്റേ നമ്മുടെ റീചാർജബിൾ ആയിട്ടുള്ളൊരു ബാറ്ററിയാണ് വരുന്നത്. അത് ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് ഓണാക്കാം. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ലൈറ്റ് കത്തുന്നത്. വണ്ടി ഇപ്പോൾ ഓണാണ്. അതിപ്പോൾ ചാർജ് ഇത്തിരി കുറവാണ്. അതാണ് ആ ഒരു വിമിഷ്ടം കാണിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇൻഡോർ ഡ്രിഫ്റ്റിങ്ങിന് പറ്റിയ ഒരു കാർ തന്നെയാണിത്. പക്ഷേ ഇത് നമുക്ക് ഔട്ട്ഡോറും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഔട്ട്ഡോർ ഓടിച്ചൊക്കെ കളിക്കണതിന് സീനൊന്നുമില്ല. അത്യാവശ്യം കൊള്ളാം, നൈസ് ഒരു കാർ തന്നെയാണിത്. പിന്നെ കാണാനും അത്യാവശ്യം നല്ല ഭംഗിയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.